മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് എമ്പുരാൻ. മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന സിനിമയാകാൻ മോഹൻലാൽ ചിത്രത്തിന് സാധിക്കുമോ എന്നറിയാനാണ് സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുന്നത്. വിജയ് ചിത്രം ലിയോയുടെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 12 കോടി എന്ന മാന്ത്രിക സംഖ്യയാണ് എമ്പുരാന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ ഒരു തമിഴ് ചിത്രത്തിൽ നിന്നും മലയാള ചിത്രത്തിന്റെ പേരിലാകണമെങ്കിൽ കണക്കുകൾ പ്രകാരം എമ്പുരാൻ കുറച്ച് വിയർക്കും. ഇതിന്റെ സാധ്യതകളെ പറ്റി ഒന്ന് നോക്കാം. ആദ്യ ദിനം 12 കോടി നേടണമെങ്കിൽ മോഹൻലാൽ ചിത്രം എമ്പുരാൻ പുലർച്ചെ റിലീസ് ചെയ്യണം. എന്നാൽ കേരളത്തിൽ രാവിലെ 6-നാണ് എമ്പുരാന്റെ ആദ്യ ഷോ. വിജയ് ചിത്രമായ ലിയോ പുലർച്ചെ 4-ന് ആദ്യ ഷോ നടത്തിയിരുന്നു. അതിനാൽ ഒരു ദിവസം 7-8 ഷോകൾ ലിയോ നടത്തിയപ്പോൾ എമ്പുരാന് 6 ഷോകൾ മാത്രമാണ് നടത്താൻ സാധിക്കുക നിലവിലത്തെ സാഹചര്യത്തിൽ. ചിത്രത്തിന് 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അധിക ഷോ നടത്താമെന്ന് വെച്ചാൽ അതും സാധിക്കില്ല. ഇത് എമ്പുരാന്റെ ആദ്യ ദിന കളക്ഷനെ ചെറിയ രീതിയിൽ ബാധിച്ചേക്കും. എന്നാൽ ഇപ്പോൾ ആശീർവാസിനൊപ്പം നിർമ്മാണത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസിനെ ഒഴിവാക്കി ഗോകുലം മൂവീസ് കൂടി വന്നതുകൊണ്ട് മുൻപ് പറഞ്ഞതിൽ നിന്നും കേരളത്തിലെ അവൈലബിൾ സ്ക്രീനുകൾ നിന്നും 90% നിന്നും 100% സ്ക്രീനുകളിൽ എമ്പുരാൻ ഓടിക്കാൻ സാധിച്ച് പുലർച്ചെയുള്ള ഒരു ഷോയുടെ കുറവ് നികത്താൻ സാധിച്ചാൽ മാത്രമാണ് എമ്പുരാന് ലിയോയുടെ 12 കോടി എന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഏകദേശം 9 to 10 കോടി കളക്ഷൻ മാത്രമാകും എമ്പുരാന് കേരളത്തിൽ നിന്നും നേടാൻ സാധിക്കുക. ഇനി എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ആദ്യ ദിവസത്തെ പ്രീ ബുക്കിംഗ് റിപ്പോർട്ടുകൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണയാകും. എന്തായാലും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ച് ആദ്യ മണിക്കൂറുകളിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ചത് എമ്പുരാൻ തന്നെയാണ്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏകദേശം 83,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ തകർക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കേരള ബോക്സ് ഓഫീസ് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ഒരു മലയാള സിനിമയുടെ പേരിൽ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം.